Good morning, everyone. So, today we can start the new subject, that is banking and insurance, in your fourth semester degree program. So, first chapter is regarding an introduction to the banking sector. So, we can start the portions. So, today we are going to discuss the first chapter's important points, that is an introduction to the banking. സോ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പം ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റിൽ പ്രധാനമായിട്ടും 3-4 ചാപ്റ്റേഴ്സാണുള്ളത്. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ബാങ്കിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഓരോരോ പോയിൻറ്റുകളായിട്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ്. Okay, so we all know that finance is the lifeblood of all type of business and industries. ഫിനാൻസ് ഇല്ലാതെ ഒരു ബിസിനസ്സിനും ഇൻഡസ്ട്രിക്കും നിലനിൽപ്പില്ല, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഫിനാൻസ് ആണ് ഒരു ലൈഫ് ബ്ലഡ് എന്ന് പറയുക ഓഫ് ബിസിനസ്. ദാറ്റ് ഡെഫിനേഷൻ വി ആർ സ്റ്റഡിങ് ഇറ്റ് ഫ്രം ദ +2 ലെവൽ ഓൾവേസ്, റൈറ്റ്? Finance is the lifeblood of every business. So nowadays banking sector act as the backbone of modern business, because the banking sector is providing a lot of financial assistance to different business. The banks are giving loans to new entrepreneurs for starting new innovative business ideas, and they are giving financial assistance and financial advisory services to many of the organizations. Like that, the bank is a backbone to all kinds of business in India. സോ ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും അധികം അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് എന്താണ്? ബാങ്കിങ് സിസ്റ്റമാണ്. കാരണം ആ ഒരു ബാങ്കിങ് സിസ്റ്റം പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ മാത്രമേ പുതിയ സംരംഭങ്ങൾ വരുള്ളൂ, പുതിയ ബിസിനസ് വെഞ്ചേഴ്സ് വരുള്ളൂ. അങ്ങനെ പുതിയ ബിസിനസ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ എക്കണോമിയിലെ ഫണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുള്ളൂ. അങ്ങനെ എക്കണോമിയിൽ ഫണ്ട് ഇങ്ങനെ റിവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. സോ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ബാങ്കുകളാണ് എന്നുള്ളത്. അപ്പം ബാങ്കിങ്ങിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ, പണ്ട് കാലത്ത് ഫോം ചെയ്തതാണ് ഈ ബാങ്കിങ് സിസ്റ്റം. അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ബാങ്കിങ്ങിൻ്റെ പ്രൈമറി പർപ്പസ് എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടു പ്രൊവൈഡ് ലോൺസ് ടു ട്രേഡിംഗ് കമ്പനീസ്. ഇന്നും ബാങ്ക് ലോണുകൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇന്ന് അത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഒരുപാട് മറ്റ് പുതിയ പർപ്പസുകളുണ്ട് ബാങ്കുകൾക്ക്, നമുക്ക് വഴിയെ കാണാം. സോ ഇനീഷ്യലി ദ ബാങ്ക്സ് പ്രൈമറി പർപ്പസ് വാസ് ടു പ്രൊവൈഡ് ലോൺസ് ടു ട്രേഡിംഗ് കമ്പനീസ്. ട്രേഡിംഗ് കമ്പനികൾക്ക് ലോണുകൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു ബാങ്കുകളുടെ പ്രൈമറി പർപ്പസ്. The banks give fund to firm for purchasing inventories and collected those funds back with interest when goods are sold. അപ്പോൾ ഈ ട്രേഡിംഗ് കമ്പനീസിനൊക്കെ ലോൺ കൊടുക്കുന്നത് വഴിയായിട്ട് എന്തിനാണ് പ്രധാനമായിട്ട് ലോൺ കൊടുക്കുന്നത്? ഈ ട്രേഡിംഗ് കമ്പനീസിന്, ആ ട്രേഡിംഗ് കമ്പനീസ് ഈ ലോൺ തുക മേടിച്ച് ആ ഫണ്ട് കളക്ട് ചെയ്ത് അവർ ഇൻവെൻട്രീസ് ഒക്കെ പർച്ചേസ് ചെയ്ത് അതിനുശേഷം ബാങ്ക് എപ്പോഴാണ് അത് തിരിച്ച് റീകളക്ട് ചെയ്യുന്നത്? they collect those funds back with interest when goods are sold. ആ ട്രേഡിംഗ് കമ്പനീസ് ആ ഗുഡ്സ് സോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ അടുത്തുനിന്ന് മുതലും പലിശയും പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് സഹിതം ബാങ്കുകൾ തിരിച്ചു മേടിക്കുന്നു. ഇതായിരുന്നു ഒരു ഇനീഷ്യൽ ബാങ്കിൻ്റെ പർപ്പസ്. ഫോർ സെഞ്ച്വറീസ് ബാങ്ക് ഡെൽറ്റ് വിത്ത് ബിസിനസ്, നോട്ട് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇത് മുഴുവൻ ബിസിനസ് ഓറിയൻറ്റഡ് ആയിരുന്നു. ഇൻട്രസ്റ്റ് വാങ്ങുക, പലിശയ്ക്ക് പണം കൊടുക്കുക, ഈ ഒരു രീതിയിൽ. ദേ ആർ നോട്ട് ഹാവിങ് ആൻ കസ്റ്റമർ ഫ്രണ്ട്ലി അപ്രോച്ച്. For centuries, bank deal with all these kind of business, not with the customers. So early traces of banking, ഇത് വളരെ പുരാതന കാലത്ത് എങ്ങനെയാണ് ബാങ്കിങ് വന്നത് എന്നുള്ളത് പറയാൻ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഏർലി ട്രേസസ് ഓഫ് ബാങ്കിങ് ഇൻ ഏൻഷ്യൻ ഇറ വെൻ ഡെവലപ്ഡ്, people deposited surplus funds in temple as it is the safest place. Example, Ephesus, Delphi temples in Greece. അപ്പോൾ പുരാതന കാലത്ത് ഈ ബാങ്കിങ്ങിൻ്റെ ഒരു ആദ്യ പടി എന്നുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾ നോർമലി ഡെപ്പോസിറ്റഡ് ദ സർപ്ലസ് ഫണ്ട് ഇൻ ടെമ്പിൾസ്. അവരുടെ കയ്യിൽ അധികമായിട്ട് വരുന്ന പൈസകൾ അവർ ഈ അമ്പലങ്ങളിൽ, പുരാതന ഗ്രീക്ക് അമ്പലങ്ങളിൽ കൊണ്ടുപോയി അവർ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. അതൊരു സേഫസ്റ്റ് പ്ലേസാണ്, അവിടെ കളവും മോഷണവും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവരുടെ കയ്യിലുള്ള സർപ്ലസ് ഫണ്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലമായിട്ട് ഈ ടെമ്പിളുകളെ, അമ്പലങ്ങളെ, പുരാതന ഗ്രീക്ക് അമ്പലങ്ങളെ അവർ ഉപയോഗിച്ചു. ഇതാണ് ഒരു ബാങ്കിങ്ങിൻ്റെ ഏർലി ട്രേസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ആസ് പെർ ക്രൗദർ, ദ മോഡേൺ ബാങ്കിങ് ഹാസ് 3 ancestors. ഒരു മാനേജ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റാണ് ക്രൗദർ. ആസ് പെർ ക്രൗദർ, ഈ മോഡേൺ ബാങ്കിങ്ങിന് ഒരു 3 ancestors ആണുള്ളത്. ഒന്ന് മെർച്ചൻ്റ് ബാങ്കേഴ്സാണ്, 2 ഗോൾഡ് സ്മിത്ത്, ആൻഡ് തേർഡ് വൺ ഈസ് മണി ലെൻഡേഴ്സ്. സോ മെർച്ചൻ്റ് ബാങ്കേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
അവർ പ്രധാനമായിട്ടും ചെറിയ ചെറിയ തോതിൽ പൈസയ്ക്ക് കടം കൊടുക്കുന്ന ആൾക്കാരാണ് മർച്ചൻ്റ് ബാങ്കേഴ്സ്. അവർ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അവർ പൈസ കൊടുക്കുന്നു, ആ പൈസ ആൾക്കാർ മേടിച്ചു കൊണ്ടുപോകുന്നു, അതിന് അവർ പലിശയും മുതലും അവർ പൈസ തിരിച്ചു മേടിക്കുന്നു. ആ മർച്ചൻ്റ് ബാങ്കേഴ്സ്. ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നോർമലി വി നോ ദാറ്റ് ഹീ ഈസ് ഹാവിങ് എ പ്രൊഫഷൻ ഓഫ് മേക്കിംഗ് ഗോൾഡ് ഓർണമെൻറ്റ്സ്, റൈറ്റ്? സോ ഈ ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നോർമലി പീപ്പിൾ യൂസ് ടു ഗീവ് ദെയർ ഗോൾഡ് ടു ദിസ് ഗോൾഡ് സ്മിത്ത് ബിക്കോസ് ഹീ ഓൾവേസ് ഹാവ് എ സേഫ് കസ്റ്റഡി. അയാൾ സ്വർണം കൊണ്ട് പണിയെടുക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ സ്വർണം അയാളുടെ പക്കൽ സേഫ് ആയിരിക്കും എന്നുള്ളൊരു അസംഷനിൽ ആൾക്കാർ അവരുടെ കയ്യിലുള്ള എക്സസ് ആയിട്ടുള്ള ഫണ്ട്, സ്വർണം, ഇങ്ങനെയുള്ള സംഗതികൾ ഈ ഗോൾഡ് സ്മിത്തിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ സേഫ് കസ്റ്റഡിയിൽ അയാളത് വെക്കുന്നു, അതിന് അയാൾ ചെറിയൊരു പൈസ മേടിക്കുന്നു. പിന്നെ മണി ലെൻഡേഴ്സ്, സാധാരണ രീതിയിലുള്ള മണി ലെൻഡേഴ്സ്, അവർ ഈ പറഞ്ഞ പോലെ മർച്ചൻ്റ് ബാങ്കേഴ്സിനെ പറഞ്ഞ പോലെ തന്നെ അവർ ഇൻഡിവിജ്വൽസിനും പൈസ കടം കൊടുക്കുന്നു, പലിശ മേടിക്കുന്നു, മുതൽ മേടിക്കുന്നു. മർച്ചൻ്റ് ബാങ്കേഴ്സ് കൂടുതലായിട്ടും ട്രേഡിങ്ങിന്, മർച്ചൻസിനാണ് കൂടുതലും പൈസ കടം കൊടുക്കുക. മണി ലെൻഡേഴ്സ് ഇൻഡിവിജ്വൽസിനും ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ ആസ് പെർ ക്രൗദർ ദർ ആർ 3 ancestors, that is merchant bankers who normally gives or lends money to the merchants and they will charge interest for that. And goldsmith, they act as a safe depository, or they act as a safe custodian of the gold and valuables of people. And money lenders, they give money to individuals and they charge interest for that. So as per Crowther, there are 3 ancestors for the modern banking. ഇനി നമ്മൾ ഇന്ത്യ, അപ്പോൾ നമ്മൾ ഇവിടെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ബാങ്കിങ് ഇൻഡസ്ട്രി ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ബാങ്കിങ് ഇൻഡസ്ട്രി ഒരുപാട് ഓൺട്രപ്രണേഴ്സിന്, ബിസിനസ്സിന് ഒരുപാട് ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. അതുവഴിയായിട്ട് ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ വരുന്നുണ്ട്. അതുവഴിയായിട്ട് ഒരുപാട് ഫണ്ട് എക്കണോമിയിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദി ഫ്ലോ ഓഫ് ഫണ്ട് ഇൻ എക്കോണമി ദർ ഇസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സോ ബാങ്ക് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഓൾ ഡെവലപ്മെൻറ്റ് ഇൻ എ നേഷൻ ആൻഡ് ഇറ്റ് ഈസ് എ ലൈഫ് ബ്ലഡ് ഫോർ ഓൾ കൈൻഡ് ഓഫ് ബിസിനസ്. സോ ഇനീഷ്യലി എന്താ പറയുക, ലോൺ കൊടുക്കുക എന്നുള്ളതായിരുന്നു ബാങ്കുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ജോലി. ആൻഡ് ഏൻഷ്യൻ ടൈംസിൽ ബാങ്കിങ്ങിൻ്റെ ഒരു ഇനീഷ്യൽ ഒരു ട്രേസസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രീക്ക് പുരാതന അമ്പലങ്ങളിലൊക്കെ ആൾക്കാർ സർപ്ലസ് ആയി വരുന്ന ഫണ്ടും മറ്റു കാര്യങ്ങളും സേഫ് പ്ലേസ് ആണല്ലോ എന്ന് കരുതി അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു എയർലി ട്രേസസ് ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത്. ആസ് പെർ ക്രൗദർ ദർ ആർ 3 ancestors ഫോർ ദ മോഡേൺ ബാങ്കിങ്, ദാറ്റ് ഈസ് മെർച്ചൻ്റ് ബാങ്കേഴ്സ്, ഗോൾഡ് സ്മിത്ത് ആൻഡ് മണി ലെൻഡേഴ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ബാങ്കിങ്ങിൻ്റെ ഒരു എവല്യൂഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഈ വർഷങ്ങളും പേരുകളും നിങ്ങൾ ഓർത്തു വെക്കുക. ഇൻ 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വാസ് ഫോംഡ്. ആദ്യത്തെ ബാങ്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇൻ 1770. ഒരു 16 വർഷങ്ങൾക്ക് ശേഷം ദ ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഡെവലപ്ഡ്. ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1786. അതിനുശേഷം പിന്നെ 3 ബാങ്കുകൾ ഇങ്ങനെ വന്നു. ബാങ്ക് ഓഫ് ബംഗാൾ ഇൻ 1809, ബാങ്ക് ഓഫ് ബോംബെ ഇൻ 1840, ബാങ്ക് ഓഫ് മദ്രാസ് ഇൻ 1843. അപ്പോൾ ഈ 3 ബാങ്കുകളെ നമ്മൾ പ്രസിഡൻസി ബാങ്ക് എന്ന് നമ്മൾ വിളിച്ചു പോകുന്നു. ബിക്കോസ് ദ റൈറ്റ്സ് ഫോർ നോട്ട് ഇഷ്യൂ, അന്നത്തെ കാലത്ത് ഇന്ന് നമുക്കറിയാം RBI ആണ് നോട്ട് പ്രിൻ്റ് ചെയ്യുന്നത് അല്ലേ, RBIക്കാണ് അതിൻ്റെ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. പക്ഷേ അന്നത്തെ കാലത്ത് RBI ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് ബാങ്ക് ഓഫ് ബംഗാൾ ഇൻ 1809, ബാങ്ക് ഓഫ് ബോംബെ ഇൻ 1840, ബാങ്ക് ഓഫ് മദ്രാസ് ഇൻ 1943. ഈ 3 ബാങ്കുകളെ പ്രസിഡൻസി ബാങ്ക് എന്നാണ് വിളിച്ചിരുന്നത്, പ്രസിഡൻസി ബാങ്ക്സ്. അപ്പോൾ ഈ ബാങ്ക്സിനായിരുന്നു റൈറ്റ്സ് ഫോർ നോട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നത്. ദീസ് 3 ബാങ്ക്സ്, ഈ 3 പ്രസിഡൻസി ബാങ്കുകളും 1920 അമാൽഗമേറ്റ് ചെയ്തിട്ട് അത് ഇമ്പീരിയൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കായി മാറി. ഓക്കെ, so these 3 banks amalgamated in 1920. There is a small correction. Bank of Madras 1943 അല്ല 1843 ആണ് കേട്ടോ. അപ്പോൾ 3 ബാങ്കുകളാണുള്ളത്. ബാങ്ക് ഓഫ് ബംഗാൾ ഇൻ 1809, ബാങ്ക് ഓഫ് ബോംബെ ഇൻ 1840, ബാങ്ക് ഓഫ് മദ്രാസ് ഇൻ 1843. So these 3 banks are the presidency bank. ഈ പ്രസിഡൻസി ബാങ്കുകൾക്കായിരുന്നു നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ്. ഓക്കെ, ഈ 3 ബാങ്കുകളും, ഈ പ്രസിഡൻസി ബാങ്ക്സ് 1920 അമാൽഗമേറ്റ് ചെയ്ത് ഒരുമിച്ചിട്ട് ഇമ്പീരിയൽ ബാങ്കായി മാറി. സോ ദീസ് 3 banks, presidency known as presidency banks, amalgamated in the year of 1920 to form Imperial Bank. So most shareholders were Europeans. ഈ ഇമ്പീരിയൽ ബാങ്കിന് ഇന്ത്യയിലായിരുന്നെങ്കിൽ പോലും അതിലെ ഷെയർ ഹോൾഡേഴ്സ് പൂർണ്ണമായിട്ടും ഭൂരിഭാഗവും യൂറോപ്യൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ
1943 ബാങ്ക് ഓഫ് മദ്രാസ് വന്നു, പ്രസിഡൻസി ബാങ്കായി. 1920 ഈ 3 ബാങ്കുകൾ അമാൽഗമേറ്റ് ചെയ്ത് ഇമ്പീരിയൽ ബാങ്കായി. മറ്റ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ബാങ്കിങ് ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലഹാബാദ് ബാങ്ക് 1865 ഫോം ചെയ്തതും 1865 ഒരു അലഹാബാദ് ബാങ്ക് ഫോം ചെയ്തു. പഞ്ചാബ് നാഷണൽ ബാങ്ക് വാസ് ഫോംഡ് ഇൻ 1894 പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പം ശ്രദ്ധിക്കണം, പഞ്ചാബ് നാഷണൽ ബാങ്ക് അത്രയും പുരാതനമായിട്ടുള്ളൊരു ബാങ്ക് തന്നെയാണ്. ഇറ്റ് വാസ് ഫോംഡ് ഓൺ 1894. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ 3 ബാങ്കുകൾ അമാൽഗമേറ്റ് ചെയ്ത് ഇമ്പീരിയൽ ബാങ്ക് ഫോം ചെയ്തു. അതിൽ ഷെയർ ഹോൾഡേഴ്സ് കൂടുതലും യൂറോപ്യൻസ് ആയിരുന്നു. പക്ഷേ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്താണ് 1894 ഡെവലപ്പായത്? പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഇറ്റ് ഈസ് എ പ്യുവർലി ഇന്ത്യൻ ബാങ്ക് വിത്ത് ഇന്ത്യൻ ഷെയർ ഹോൾഡേഴ്സ്. പൂർണ്ണമായിട്ടും അതൊരു ഇന്ത്യൻ ബാങ്ക് തന്നെയായിരുന്നു. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുക മാത്രമല്ല, അതിലെ പൂർണ്ണ ഷെയർ ഹോൾഡേഴ്സ് കൂടുതലും ഇന്ത്യൻസ് ആയിരുന്നു എന്നുള്ളത്. പിന്നെ 1880 ഒരു ഓദ് കൊമേഴ്ഷ്യൽ ബാങ്ക് വന്നു. ഓദ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇതായിരുന്നു ഏറ്റവും ഫസ്റ്റ് പ്യുവർലി കൊമേഴ്ഷ്യൽ ബാങ്ക്. പൂർണ്ണമായിട്ടും വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് തുടങ്ങിയൊരു ബാങ്കായിരുന്നു ഓദ് നാഷണൽ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇറ്റ് ഈസ് ഓൺ 1880. ഇതെല്ലാം ശേഷമാണ് നമ്മളെ പ്രസിഡൻസി ബാങ്കുകൾക്കായിരുന്നു നോട്ട് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് വന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത്. ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1935 ആൻഡ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് നാഷണലൈസ്ഡ് ഓൺ 1949. റിസർവ് ബാങ്കാണ് നമ്മളുടെ സൂപ്പർ ബാങ്ക്, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ ബാങ്കിങ് ട്രാൻസാക്ഷൻസും ഇന്ത്യയിലെ ഫോളോ ചെയ്യുന്നത് RBIയുടെ നിർദ്ദേശങ്ങളാണ്. RBI ആണത് മോണിറ്റർ ചെയ്യുന്നത്. സോ അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ദ ബാങ്കിങ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇമ്പീരിയൽ ബാങ്കിന് എന്ത് സംഭവിച്ചു? ഈ 3 ബാങ്കുകൾ പ്രസിഡൻസി ബാങ്കുകൾ 1920 അമാൽഗമേറ്റ് ചെയ്ത് ഇമ്പീരിയൽ ബാങ്കായി. ഇമ്പീരിയൽ ബാങ്ക് 1955 നാഷണലൈസ്ഡ് ചെയ്തിട്ട് ഫോം ചെയ്തു എന്ത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI. അപ്പോൾ അതിൻ്റെ നാൾവഴികളൊന്ന് ശ്രദ്ധിക്കുക. ഈ 3 ബാങ്കുകൾ പ്രസിഡൻസി ബാങ്കുകളായിരുന്നു. ആ 3 ബാങ്കുകൾ 1920 അമാൽഗമേറ്റ് ചെയ്ത് ഇമ്പീരിയൽ ബാങ്കായി. ഈ ഇമ്പീരിയൽ ബാങ്ക് 1955 നാഷണലൈസ് ചെയ്തപ്പെട്ട് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തു. ഇൻ 1969 ഈ 2 വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ 2 വർഷങ്ങളിലും പല ബാങ്കുകളും നാഷണലൈസ് ചെയ്യപ്പെട്ട വർഷമാണ്. In 1969, 14 banks were nationalized, and in 1986, more banks were nationalized. In 1982, NABARD was formed. Okay, National Bank for Agriculture and Rural Development. അപ്പോൾ ഇതൊക്കെയാണ് ബാങ്കിങ്ങിൻ്റെ ഒരു എവല്യൂഷൻ, ഇന്ത്യയിലെ ബാങ്കിങ്ങിൻ്റെ ഒരു എവല്യൂഷൻ എന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മളൊരു ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷനാണ് കാണുന്നത്. എന്താണ് ബാങ്ക് എന്നുള്ളത്? Okay, the term bank is either derived from old Italian word banca or from a French word banco. Both mean a bench or money exchange table. അപ്പോൾ ഒരു ലാറ്റിൻ, ഒരു ഫ്രഞ്ച് വേർഡുകളിൽ നിന്നുമൊക്കെയാണ് ഈ ബാങ്ക് എന്നുള്ള വാക്ക് ഫോം ചെയ്തത്. ആൻഡ് ഇറ്റ്സ് മീനിങ് ഈസ് ബെഞ്ച് ഓർ മണി എക്സ്ചേഞ്ച് ടേബിൾ. ഒരു ടേബിൾ, ഒരു ബെഞ്ച് എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. മണി എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന സ്ഥലം. നമ്മളൊരാൾക്ക് പണം കൊടുക്കുന്നു, തിരിച്ച് അവിടെ നിന്ന് കിട്ടുന്നു. നമ്മൾ ബാങ്കർക്ക് പണം കൊടുക്കുന്നു, അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് കിട്ടുന്നു. സോ ഒരു ബെഞ്ച് ആണ്, അല്ലെങ്കിൽ ഒരു ടേബിളാണ്, എക്സ്ചേഞ്ച് ടേബിളാണ്. ഇറ്റ്സ് ഫോംഡ് ഫ്രം ഇറ്റാലിയൻ ആൻഡ് ഫ്രഞ്ച് വേർഡ്സ് വിച്ച് മീൻസ് ബെഞ്ച്. അപ്പോൾ അതാണ് ബാങ്ക് എന്നുള്ളൊരു വാക്കിൻ്റെ ഒരു മീനിങ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 ഡിഫൈൻസ് ദി ബാങ്കിങ് ആസ്. അപ്പോൾ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 ഇറ്റ്സ് എൻ വെരി ഇമ്പോർട്ടൻ്റ് ആക്ട് കൺസിഡറിങ് ദ ബാങ്കിങ് ഇൻഡസ്ട്രി. അപ്പോൾ 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ഇപ്പം ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്. സോ അക്സെപ്റ്റിംഗ് മണി ഫ്രം ദ പബ്ലിക്, ബാങ്കുകൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പണം അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്. അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനല്ല, ആവശ്യക്കാർക്ക് ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പൈസ അധികമുള്ളവരുടെ കയ്യിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ആവശ്യമുള്ളവർക്ക് ലെൻഡ് ചെയ്യുക, അതൊരു പർപ്പസ്. ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, അധികമുള്ള പൈസ ആൾക്കാർ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനായിട്ട് അതിനെ കാണുന്നു. ഇതൊക്കെ എന്ത് സംഭവിക്കുന്ന അവസാനം? റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്. നമ്മൾ തിരിച്ച് ആവശ്യപ്പെടുമ്പോൾ, ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് റീപേയബിൾ, തിരിച്ച് ബാങ്ക് ആ പണം തരുന്നു. പ്രധാനമായിട്ടും നമുക്ക് ചെക്ക് വഴിയായിട്ടും ഡ്രാഫ്റ്റ് വഴിയായിട്ടും മണി ഓർഡർ വഴിയായിട്ടും ഒക്കെ ഈ പണം വിഡ്രോ ചെയ്യാം. So Banking Regulation Act of 1949 defines banking as accepting for the purpose of lending or investment of deposit of money from the public,
repayable on demand or otherwise, and withdrawal by check, draft, order, or otherwise. In short, bank is a commercial institution which accept deposit from public and make advances and loan for the purpose of making profit. അപ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്നും പണം അക്സെപ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ആവശ്യക്കാർക്കത് ലോണായിട്ട് അല്ലെങ്കിൽ ലെൻഡ് ചെയ്യുന്നു ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. അങ്ങനെ ആവശ്യക്കാർ അധികമുള്ള പണം അവരെ ഡെപ്പോസിറ്റായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ആവശ്യക്കാർക്ക് അത് ലെൻഡ് ചെയ്യുന്നു, ആൻഡ് ദേ ആർ മേക്കിംഗ് എ സ്മോൾ പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദി ഇൻട്രസ്റ്റ്. ഇതാണ് ബാങ്കിങ്. സോ ബാങ്ക് ആ വാക്ക് എവിടെ നിന്ന് വന്നുവെന്നും 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ ഡെഫിനിഷനും ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാങ്ക്? പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും ബാങ്കിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക് ഈസ് ഡീലിംഗ് ഇൻ മണി, and it is an individual, a firm or company, and the acceptance of deposit, giving advances, payment and withdrawal, agency and utility services. സോ പ്രധാനമായിട്ടൊരു 6 ഫീച്ചേഴ്സ് നമുക്ക് കാണാം. ഒന്ന്, ബാങ്കിൻ്റെ പ്രധാന നേച്ചർ എന്താണ്? ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് മണി, അല്ലേ? ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് അതർ പീപ്പിൾസ് മണി, ദാറ്റ് ഈസ് മണി ഗിവൺ ബൈ ഡെപ്പോസിറ്റേഴ്സ്. ബാങ്ക് ഈസ് ഓൾവേസ് ഡീലിംഗ് വിത്ത് മണി. ബാങ്കിൻ്റെ തന്നെ പണമാണോ അവർ ഡീൽ ചെയ്യുന്നത്? അല്ല, ദേ ആർ ഡീലിംഗ് ദ മണി ഓഫ് അതേഴ്സ് മണി. ദാറ്റ് മീൻസ് ദേ ആർ ഡീലിംഗ് വിത്ത് ദ മണി വിച്ച് ഈസ് ഗിവൺ ബൈ ദി ഡെപ്പോസിറ്റേഴ്സ്. സോ ആ ഒരു ഡീലിംഗ് വിത്ത് മണി എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. പിന്നെ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഓർ കമ്പനി. ബാങ്ക് മേ ബി എ പേഴ്സൺ, മർച്ചൻറ്റ് ബാങ്കേഴ്സ് ആയിരിക്കാം, പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളും ഒരു ബാങ്കിൻ്റെ കീഴിൽ വരുന്ന ആൾ തന്നെയാണ്. എ ബാങ്ക് മേ ബി എ പേഴ്സൺ, എ ഫേം ഓർ എ കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി ആകാം, അതല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആൾ ഒരു ബാങ്കിങ് ഫംഗ്ഷനാണ് ചെയ്യുന്നത്. ഒരു ബാങ്ക് എന്നുള്ള രീതിയിൽ ഒരു ബാങ്കിങ് ഫംഗ്ഷനാണ് അവർ ചെയ്യുന്നത്. സോ ഇറ്റ് മേ ബി എ ഇൻഡിവിജ്വൽ, ഫേം ഓർ കമ്പനി. എ ബാങ്കിങ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് ഇൻ ദ ബിസിനസ് ഓഫ് ബാങ്കിങ്. അപ്പോൾ അതൊരു വ്യക്തിയാകാം, ഒരു ഫേം ആകാം, കമ്പനി ആകാം. ഇതൊക്കെ എന്താണ്? ഒരു ബാങ്ക് എന്നുള്ള ഒരു ഡെഫിനിഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് ഗിവിങ് അഡ്വാൻസസ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്, ദ ബാങ്ക് അക്സെപ്റ്റ് മണി ഫ്രം ദ പീപ്പിൾ ഇൻ ദ ഫോം ഓഫ് ഡെപ്പോസിറ്റ് വിച്ച് ആർ യൂഷ്വലി റീപേയബിൾ ഓൺ ഡിമാൻഡ് or after the expiry of the fixed period. It gives safety to the deposits of its customers. It also has the custodian of the funds of its customers. സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട് കയ്യിൽ വെക്കുന്നത് അൺസേഫ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ്, ഡെപ്പോസിറ്റേഴ്സ് അത് ബാങ്കിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ ബാങ്ക് ഒരു സേഫ് കസ്റ്റോഡിയനാണ് ഇതിൻ്റെ. അത് മാത്രമല്ല, ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് ഈ കസ്റ്റോഡിയന് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് കൊടുക്കുകയും ചെയ്യും. സോ ഇറ്റ് ഓൾവേസ് അക്സെപ്റ്റ് ദി ഡെപ്പോസിറ്റ്സ് ആൻഡ് ഇറ്റ് ഓൾസോ ഗിവിങ് what advances. The bank always give advances. Whenever people needs money, they gives advances to the people. A bank lends out money in the form of loans to those who require it for different purpose. So the bank is accepting deposits from those people who is having surplus fund, and they are giving this money to those people who are in need of money. So they are giving advances. So a person who is taking loan from a bank definitely needs to give interest for that, right? നമ്മൾ അധികം പണമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം അക്സെപ്റ്റ് ചെയ്യുന്നു, സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നു, ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലോണുകൾ ആയിട്ട് പണം കൊടുക്കുന്നു. ആൻഡ് ഫോർ ദാറ്റ് ഗിവിങ് അഡ്വാൻസസ് ഓർ ലോൺസ് ദ ബാങ്ക് ഈസ് ഡെഫിനറ്റ്ലി ചാർജിങ് എ പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് റേറ്റ്. സോ those two are very important features of a bank. Then the payment and withdrawal. The bank provides easy payment and withdrawal facility to its customers in the form of checks and draft. It also brings bank money in circulation. This money is in the form of checks or draft. So it is very easy to withdraw money from the bank. Once we have deposited in the bank, we have the right to withdraw the money. നമ്മൾ പണം നമ്മുടെ കയ്യിലുള്ള എക്സസ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എപ്പോൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, റൈറ്റ്? So it is very easy to withdraw money from the bank either by producing a check or draft or directly go to the bank, and nowadays we can easily withdraw the money by using ATM facilities. അപ്പോൾ നമുക്ക് വളരെ എളുപ്പം തന്നെ ബാങ്കിൽ നിന്ന് പണം തിരിച്ച് പിൻവലിക്കുകയും ചെയ്യാം. അത് മറ്റൊരു ഫീച്ചറാണ്. And agency and utility services. A bank provides various banking facility to its customers. They include general utility services and agency services. So general utility services, bank ഒരുപാട് general utility services ഉള്ളുന്നുണ്ട്. Bank is providing locker facility, bank is providing ATM card facility, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഏജൻസി സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് നമുക്ക് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്വൈസസ് തരാനും ബ്രോക്കറായിട്ടും ഒക്കെ ബാങ്ക് നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ
യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല സേവനങ്ങൾ തരുന്നുണ്ട്. ലോക്കറായിട്ടും ATM കാർഡായിട്ടും അങ്ങനെയുള്ള ഒരുപാട് യൂട്ടിലിറ്റി സർവീസസ് വരുന്നുണ്ട്. ഏജൻസി സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഏജൻസിയുടെ സർവീസായിട്ട് നിലകൊള്ളുന്നു. ലൈക്ക് നമ്മൾ ഷെയർ മാർക്കറ്റിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബ്രോക്കറിൻ്റെ സഹായം വേണം. അപ്പോൾ ബാങ്ക് ഒരു ബ്രോക്കറായിട്ട് നമുക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ അഡ്വൈസസ് തരാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. സോ all these are the main features of bank dealing in money, and it may be an individual firm or company, and it accepts the deposits, and it gives loans and advances, and it is the payment and withdrawal is very easy, and the agency and utility services. Okay, so നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും ബാങ്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് എന്നുള്ളതും, അതേപോലെ തന്നെ ബാങ്കിങ് ഇൻ ഇന്ത്യ അതിൻ്റെ എവല്യൂഷൻ, അതേപോലെ തന്നെ ബാങ്ക് എന്നുള്ള അതിൻ്റെ ഒരു ടേം എന്താണെന്നുള്ളതും ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുമാണ്. സോ റെസ്റ്റ് ഓഫ് ദ ചാപ്റ്റർ വി ക്യാൻ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.